ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ വേണ്ടി പോകുന്ന ഗെയിമിൻ്റെ പേരാണ് പിക്സൽ ഗൺ 3D PC എഡിഷൻ. സോ നമ്മളിതിൻ്റെ മൊബൈലിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് PC-യിൽ കളിക്കാൻ പോവാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട വീഡിയോയിൽ നല്ല ലാഗ് ഉണ്ടായിരുന്നു. സോ നമ്മൾ ആ ലാഗൊക്കെ ഒന്ന് മാറ്റി വെക്കുകയാണ്. ഓക്കെ, കൗണ്ടർ സ്ട്രൈക്കൊക്കെ ആരാ കയറ്റി വെച്ചിട്ടുണ്ട്? ഓക്കെ, നമ്മൾ സ്റ്റീം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ബാക്കിൽ സ്റ്റീമർ റൺ ചെയ്യുന്നുണ്ടല്ലേ. ഓക്കെ, നമുക്കതൊരു സെറ്റാക്കാം. നമ്മളെ ഗെയിമൊക്കെ ഇവിടെ ലോഡാകുന്നുണ്ട്. ഓക്കെ, ഗെയിം ലോഡാക്കട്ടെ. സോ നമ്മൾ വന്നെന്നാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ, നമ്മൾ വന്നതെന്നാണ് എൻ്റെ ഒരു ഇത്. കേൾക്കാണെങ്കിൽ ടാസ്ക് ബാർ കാണാനില്ല. സോ അതാണ് ഒരു സംഭവം. ഓക്കെ, എന്തായാലും ഇത് ലോഡാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒക്കെ ലോഡായിട്ടുണ്ട്. നമുക്കതെല്ലാം ഒന്ന് നെയില. ഇതിലാണെങ്കിൽ എൻ്റെ ഇത് DPI ഭയങ്കര കൂടുതലാണ്. നമ്മളെ വിൻഡോസിൽ നോക്കുമ്പോൾ ഇതിൽ DPI ഭയങ്കര കുറവായിരിക്കും. ഇതിൽ നല്ല കുറച്ചിട്ട് ഇടണം. ഇനിയിപ്പോൾ ഓക്കെ, നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് സെറ്റാണ്, അല്ലാതും സെറ്റാണ്. ഓക്കെ, ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കണം പറ്റുള്ളൂ. ഓക്കെ, പക്ഷേ നമ്മൾ വിൻഡോസിൽ ഭയങ്കര സ്ലോ ആവും. പക്ഷേ ആ നോർമൽ ഇടുകയാണെങ്കിൽ ഇതിങ്ങനെ പോകും. സോ ഞാൻ അതുകൊണ്ട് ഭയങ്കര സ്ലോ ആക്കി ഇടുകയാണ്. ഓക്കെ, നമുക്കതിൽ ഇപ്പോൾ നമ്മൾ കളിക്കണമെന്ന് വെച്ചാൽ ഓക്കെ, അതുകൊണ്ട് സീസൺ ഓക്കെ, നമുക്ക് കുറച്ച് പൈസ ഒക്കെ ഉണ്ട്. നമുക്ക് സ്കിന്നാകാണ്ട്. ഇതാണ് എൻ്റെ ഒറിജിനൽ അക്കൗണ്ട്. ഞാൻ മറ്റേത് എൻ്റെ കസിൻ്റെ അക്കൗണ്ട് ആയിരുന്നു. അതിലാണ് ഞാൻ കൂടുതൽ കസിനാണ് അതിൽ കൂടുതൽ കളിക്കുക. ഓക്കെ, എന്തായാലും നമുക്ക് ഇന്ന് കളിക്കണം. നമ്മൾ ഫ്രീ പ്ലേ ആണ് കളിക്കുന്നത്. ഫ്രീ പ്ലേ അടിപൊളി ആണ്. ഓക്കെ, നമുക്ക് എന്തായാലും ബാറ്റിൽ ചെയ്യാം. കണക്ട് ടു സെർവർ. ഇത് മൊബൈലാണെങ്കിൽ ഒരു മൊബൈലിൻ്റെ പിക്ചറാണ് വരിക. പക്ഷേ ഇത് ഞാൻ ഇപ്പോൾ ലാപ്ടോപ്പിലാണ് കളിക്കുന്നത്. ലാപ്ടോപ്പിൽ നമുക്ക് മോണിറ്ററിൻ്റെ പിക്ചർ കാണിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് കളിക്കാം. കുറച്ച് ടൂൾസൊക്കെ വേണ്ടിയിട്ടുണ്ട്. ഇപ്പോൾ യു ക്യാൻ ചേഞ്ച് കൺട്രോൾസ്, ക്യാമറ സെറ്റിങ്സ്, കണക്ട് അക്കൗണ്ട് ആൻഡ് മച്ച് മോർ ഇൻ സെറ്റിങ്സ്. ഓക്കെ, നമുക്കിതിൽ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്. സ്വാംസ്, സണ്ണി ഫീൽഡ്സ്, ഇതൊക്കെ നമുക്ക് ഇതിരിക്കുമ്പോൾ നമുക്കിങ്ങനെ കാറൊക്കെ ഓടിച്ച് ബൈക്കൊക്കെ ഓടിച്ച് കളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ, ഇതിൽ ഗണ്ണിൻ്റെ ആവശ്യം അധികം വരുന്ന നമ്മളെ കൊല്ലുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഫുൾ യെല്ലോ, മറ്റേലും ഫുൾ യെല്ലോ പറഞ്ഞാൽ ഇതാണ് ഏറ്റവും നൂബ് കളിയാണ്. പക്ഷേ ഇതിൽ ഫുൾ യെല്ലോ എന്ന് പറഞ്ഞാൽ ഫുൾ റെഡിൻ്റെ അത്രയ്ക്ക് പവറുള്ളതാണ്. പിന്നെ അതിൽ പക്ഷേ ഇതിൽ ഫുൾ റെഡ് അടിക്കാൻ ഭയങ്കര ഈസിയാണ്. പക്ഷേ അതിൽ ഫുൾ റെഡ് അടിക്കാൻ നല്ല പണിയാണ് ഫ്രീ ഫയർ. ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടി എടുക്കുക. ഇതിൽ വണ്ടി എടുക്കാൻ പറഞ്ഞാൽ നല്ല സുഖമാണ്. നമ്മൾ GTA കളിക്കുന്ന പോലെ ഉണ്ടാവും. ഓക്കെ, നമ്മളിപ്പോൾ ഒരു സ്വാമ്പ് പോലത്തെ സ്ഥലത്താണ്. എനിക്ക് ചെല്ലേണ്ട ഏത് സ്ഥലത്താണ് അതായിരിക്കും. ഓക്കെ, നമുക്കൊരു ഹെഡൊക്കെ അടിച്ചിട്ട് പോവാം. എന്നാലൊക്കെ ആ മറ്റേ ഗണ്ണിയുടെ സ്കിൻ ഇതിൽ കാണുന്നുണ്ട്. പിസ്റ്റലിൻ്റെ ഫുള്ള് റെഡൊന്നുമല്ല, എന്നാലും കുറച്ച് റെഡൊക്കെ അടിച്ചിട്ടുണ്ട്. അല്ല, റെഡല്ല, ഞാൻ ഇപ്പോൾ അതിൻ്റെ റെഡ് എന്നാണ് പറയുന്നത്. കാരണം ഈ ഹെലികോപ്റ്റർക്ക് ഓടിക്കണം. എൻ്റെ കില്ല് പോയി. ഇതിൽ പിന്നെ ആമോ ഭയങ്കര സംഭവമാണ്. നമ്മൾ ക്ലാഷ് കോഡ് കളിക്കുമ്പോൾ നമുക്ക് ആമോൻ്റെ വലിയ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിൽ നമ്മളെ ആമോ നല്ല പേടിക്കേണ്ട സംഭവമാണ്. ആമോ തീർന്ന ഇതിലും പിന്നെ ക്യാമ്പയിലിൻ്റെ ആമോ ഞാൻ ക്യാമ്പയിൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ആമോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ളൊരു സംഭവമാണ്. ഒരു ഹെലികോപ്റ്റർ ഇവിടെ വരും, എന്നിട്ട് അപ്പോൾ തന്നെ പോകും. ഇതായാലും നമ്മൾ ഇവിടെ തന്നെ വണ്ടി പൊടിച്ച് നിന്നാലും നമുക്ക് നമ്മളെ വണ്ടി എടുത്ത് പോകാം. നമുക്ക് വേണമെങ്കിൽ ആരാണ്ടെങ്കിലും കട്ടെടുക്കൊന്നും വേണ്ട കേസ്. നമുക്ക് വേണമെങ്കിൽ BM നിർത്തിയിട്ടൊരു വണ്ടി എടുക്കാം. പക്ഷേ കുറച്ച് സമയം എടുക്കേണ്ടി വരും കേസ്. ഓക്കെ, എൻ്റെ വണ്ടി B എന്ന് പറഞ്ഞ് കാണിക്കും. ഓക്കെ, B എന്താ ടൈമൊക്കെ ഉണ്ടോ? അതെ, എൻ്റെ വണ്ടി ഇവിടെ ഇരിക്കേണ്ടത്. നമുക്കത് നമ്മളെ വണ്ടി എടുത്ത് പോവാം. ഓക്കെ, ബെസ്റ്റ് പ്ലെയർ ഇൻ ദിസ് ടേം. ഓക്കെ, ഞാനാണ് ബെസ്റ്റ് പ്ലെയർ. ഒക്കെ PG ആണ്. PG. ഓ ഗൈസ്, ഡിസ്കോ. നമുക്ക് ഡിസ്കോക്ക് ഒന്ന് പോയിട്ട് വരാം ഗൈസ്. അവിടുന്ന് കുറച്ച് ഇമോട്ടൊക്കെ ഇട്ട് കളിക്കാം. ഇമോട്ട് ഇല്ലേ ഇതിൽ? ഇല്ലല്ലേ? ഇമോട്ട് ഉണ്ടെങ്കിൽ കളിയായിരുന്നു. ഇമോട്ടല്ല, ഇത് മറ്റേ കുക്കിംഗ് ഷോ ആണ്. ഓ ഇത് BR പോലെ തന്നെയാണ്. പക്ഷേ BR ഫുൾ ഫൈറ്റ് ആണെങ്കിൽ ഇത് നമ്മൾ ഫുള്ള് എൻജോയ്.
ഓക്കെ ആരോ ലെഫ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ്. കുറച്ച് ആൾക്കാർ ലെഫ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് ഓക്കെ ആ മരത്തിൻ്റെ ഇടീക്കാണ് പോകുന്നത്. ഇതിലൊരു ഡെസേർട്ട് ഉണ്ട്. അതിനിപ്പോൾ ഈ മാപ്പിൽ ഉണ്ടോയെന്നൊക്കെ അറിയില്ല. ഉണ്ടാവണം. ഓക്കെ ഡെസേർട്ട് ഉണ്ട് ഗൈസ്. നമുക്ക് അങ്ങോട്ട് ലൊക്കേഷൻ ഇടാം. ഞാൻ അങ്ങോട്ട് ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ ഞാൻ ഈ ചാനലിൽ കൂടുതൽ ഇങ്ങനെ ഷൂട്ടർ ഗെയിംസും പിന്നെ അങ്ങനത്തെ ഗെയിംസൊക്കെയാണ് കളിക്കുക. ഞാൻ ഓപ്പൺ വേൾഡ് ഗെയിംസ് ആകെ ഒരെണ്ണം കളിച്ചിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഇത്. അത് ആ ഗാങ്സ്റ്റർ വെഗാസാണ്. ഇതിൽ ഓപ്പൺ വേൾഡും ഉണ്ട്, ഫസ്റ്റ് പേഴ്സൺ ഷൂട്ടറും ഉണ്ട്, ബാറ്റിൽ ഗ്രൗണ്ടും ഉണ്ട്. ബാറ്റിൽ റോയലും ഉണ്ട്. പിന്നെയും കുറേ ഉണ്ട്. ബെഡ് വാസ് ഒക്കെ ഇതിലുണ്ട്. ബെഡ് വാസ് അല്ല, എന്താണ് ഡെത്ത് മാച്ച്. ബെഡ് വാസിൻ്റെ ഗെയിം നമുക്ക് വേണമെങ്കിൽ ഗൂഗിൾ ബേറ്റയിൽ കളിക്കാം കേട്ടോ. നമുക്ക് കളിക്കാനൊക്കെ ചെയ്യാം. ഓക്കെ പിന്നെ സംഭവം എന്ന് വെച്ചാൽ ഞാൻ റോബറി ബോബിൻ്റെ വീഡിയോ ആണെന്ന് ഇടുന്നുണ്ട്. പക്ഷെ അത് ഞാൻ ഇടാത്തത് വെച്ചാൽ എൻ്റെ റോബറി ബോബിൽ എങ്ങനെയോ എൻ്റെ പ്രോഗ്രസ്സൊക്കെ പോയി. അതുകൊണ്ട് ഞാൻ പിന്നെ കളിക്കണേ. അപ്പോൾ എൻ്റെ ലൊക്കേഷൻ ഒരു വലിയൊരു ഭീമായിട്ട് ഇങ്ങനെ കാണിക്കും. ഞാൻ കാണിച്ചു തരാം. അതിന് നമ്മൾ വണ്ടിയിൽ നിന്ന് ആദ്യം ഇറങ്ങേണ്ടി വരും. അല്ലെങ്കിൽ നല്ലപോലെ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ എവിടെക്കോ എത്തിയിട്ടുണ്ട്. ഒരു വലിയ ഭീം ഉണ്ടാവണം. പക്ഷെ നമുക്ക് നല്ല മാപ്പിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ പോകേണ്ട അങ്ങോട്ടാണ്. എന്നുവെച്ചാൽ അങ്ങോട്ട് അങ്ങനെ നമ്മൾ അങ്ങോട്ടാണ് പോകേണ്ടത്. സോ എന്നുവെച്ചാൽ ഈ ഭാഗത്തോട്ട്. പക്ഷെ നമുക്കെന്തായാലും ആ ഭാഗത്തോട്ട് തിരിക്കാം. അപ്പം നമ്മളൊരു ഭീം കാണണം. അങ്ങനെയാണ് വരേണ്ടത്. ഓക്കെ നമ്മളിപ്പോൾ പോകുന്നത് വെച്ചാൽ ഈ മല കയറാനാണ്. ഈ മല കയറിയാലാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഈ സൈഡിൽ കൂടെ പോയാലാണ് നമ്മൾ ഭീം കാണുക. ശരിക്കും ഞാൻ എന്തിനാ പോകണമെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ ഭൂമിൻ്റെ അടിയിൽ നിന്നൊരു സാധനം കടിക്കാൻ വരും. അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. സോ നമ്മൾ ഇങ്ങോട്ട് പോകേണ്ട, ഇങ്ങോട്ട് ഒരു ബംഗ്ലാദേശിക്കാണ് പോകുന്നത്. സോ നമുക്ക് എന്തായാലും നൈസ്. അയ്യോ ഞാൻ വിചാരിച്ചു ഇവിടെ പോവുകയാണെങ്കിൽ നമ്മൾ നേരെ കുളത്തിലൊക്കെ എത്തും തോന്നുന്നു. ആ കുളത്തിലെത്തും നൈസ്. അവിടെ ഒരു കുളമുണ്ട്. നമ്മൾ മാപ്പിൽ മിനി മാപ്പിൽ നോക്കി നോക്കുമ്പോൾ അവിടെ ഒരു കുളം കാണാനുണ്ട്. ഒരു മിനിറ്റൊക്കെ ഒരു സംഭവം ചെയ്യണം. ഇത് പിന്നെ മൊബൈൽ കൺട്രോൾസ് ആണ്. ഒരു മിനിറ്റ് ഗൈസ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ മാപ്പ് ഈ സൈഡിലല്ലേ ഇരിക്കണം. അതെടുത്ത് നമുക്ക് വേണമെങ്കിൽ മാറ്റി അടിയിലോട്ടാക്കാം. അങ്ങനെയാണ് കൂടുതൽ ഓപ്പൺ വേൾഡ് ഗെയിംസൊക്കെ ഉണ്ടാവാറ്. അതിൽ ഇനിയിപ്പോൾ നമുക്ക് BR ഒക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ സെറ്റാക്കാം. ഓക്കെ നമുക്കതായാലും അങ്ങനെ നോക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റേൽ വെക്കാം. ഫോണിൽ എന്തായാലും പറ്റില്ല. ഓക്കെ ഫോണിൽ ഒരിക്കലും പറ്റില്ല. കാരണം ഫോണിൽ ആകുമ്പോൾ എനിക്ക് ജോയ്സ്റ്റിക്ക് ഞാൻ ആ മാപ്പിൻ്റെ മേലെ പിടിച്ചിട്ട് ഞാൻ മാപ്പ് ഓണാക്കി പറയാറ്. അതുകൊണ്ട് ഞാൻ അത് ചെയ്യാറില്ല. ഓക്കെ എന്തായാലും നമുക്ക് ഇപ്പോൾ മാപ്പിലേക്ക് പോയിട്ട് ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണം. നമ്മളിപ്പോൾ നല്ല ദൂരം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ഓക്കെ ഒരു വഴിയുണ്ട്. ആ വഴി വെച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്താൻ പറ്റും. ഇതാണോ വഴി എന്ന് അറിയാം. അവിടെ മഴ പെയ്യുന്നുണ്ടോ? മഴ പെയ്യുന്നുണ്ട്. നോക്കട്ടെ. ഓക്കെ നമ്മളെന്തായാലും ഒരു റോഡുണ്ട്. ആ റോഡിലേക്ക് നമ്മൾ ഈ വഴിക്ക് പോയാൽ ആ റോഡെത്തും. ഓക്കെ നമ്മളെന്തായാലും മാപ്പൊക്കെ വെച്ച് ട്രേസ് ചെയ്ത് പോവുകയാണ്. ഈ വഴി തന്നെയല്ലേ? ഈ വഴി തന്നെയാണ്. വേറെ വഴിയുണ്ട് പക്ഷെ അത് റോഡിലേക്ക് പോകുമെന്നൊക്കെ അറിയില്ല. സോ നമുക്കതൊരു ഇടാം. ഓക്കെ ഇനി നമ്മൾ ഈ ഒരു തിരിവാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ സ്ട്രൈറ്റ് വിടുകയാണ്. പിന്നെ എന്താണ് വേണ്ടത്? നമ്മൾ നൈസായിട്ട് ഒന്ന് തിരിച്ചിട്ട് നമുക്ക് വേഗം വിടാൻ കഴിച്ചില്ല. നമ്മളെ ആൾക്കാർ വെറുതെ വിടില്ല. ഒരു റോഡെത്തിയപ്പോൾ പിന്നെ ഈസിയാണ്. പിന്നെ നമുക്ക് മരുഭൂമിക്ക് പോകും. ഓക്കെ നമ്മൾ റോഡെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നേരെ പോയാൽ മരുഭൂമിയാണ്. ഓക്കെ മരുഭൂമിൻ്റെ ചെറിയൊരു പീസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ഓക്കെ നമ്മൾ ഇവിടെ നിന്ന് നേരെ മരുഭൂമിയാണ്. ശരിക്കും പറയാൻ ലൊക്കേഷൻ ഇട്ട സ്ഥലത്ത് അതാ ആ ഭീമ ഉണ്ടോ? ഒരു വലിയ ഭീം, ഒരു മഞ്ഞ ഭീം അവിടെ കാണുന്നത്. ഇതാണ് ഭയങ്കര വെടിപ്പാട്ടോ. നമുക്ക് വേഗം പോകാൻ കഴിച്ചു. കത്തിച്ചു വിടാം നമുക്ക്. ഓക്കെ ഇവിടെ കൂടെ പോകുന്ന സീനാണ്. നമ്മളിപ്പോൾ പിടിക്കുക കഴിച്ചു. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇരിക്കുമാരെ നിൽക്കുക. ഇതൊരു മൈൻ ഫീൽഡ് പോലെയാണ് ഈ സ്ഥലം. ഈ സ്ഥലത്തേക്ക് വരാനേ പാടില്ല. അവിടെ നമ്മളെ എപ്പോൾ കളിക്കാൻ വരും കഴിച്ചു. ഓക്കെ ഇതിൻ്റെ അടിയിൽ നിന്ന് നമ്മളെ കളിക്കാൻ വരും. ഭൂമിൻ്റെ അടിയിൽ നിന്നൊക്കെയാണ് വരിക. സോ ആ വഴിക്ക് പോയാൽ എന്തായാലും നമ്മളെ പിടിക്കുക. അത് ഉറപ്പാണ്. സോ ഞാൻ എന്തായാലും ആ വഴിക്ക് പോണില്ല. നമ്മളിപ്പോൾ ചെയ്യണം എന്താ വെച്ചാൽ ഈ മലൻ്റെ മേലെ കൂടെ പോവാം. അപ്പോൾ നമുക്ക് കാണാതെ എന്താണ് ആ ജീവിക്കുന്നത്. സോ ഞാൻ എൻ്റെ വണ്ടി ഇവിടെ വെക്കണം. എനിക്ക് വേണമെങ്കിൽ അടുത്തൊരു വണ്ടി വിളിക്കാം.
അതുകൊണ്ട് ഞാൻ എൻ്റെ വണ്ടി ഇവിടെ വെക്കുകയാണ്. ഒരു ഇടവഴി ഉണ്ട്, 2 വഴിൻ്റെ ഇടയിൽ കൂടെ പോണ ഒരു വഴിയാണ്. സോ അതാ നിങ്ങൾ കണ്ടാ അമ്പോ, നമുക്കെന്തായാലും ഈ വഴി കൂടെ ഈ സാധനം നമ്മളെ വായക്കൂടെ നമ്മൾ കൊണ്ടുപോകും. ഓക്കെ, നമ്മളിപ്പോൾ മോൻക്കാകൊരു ഇത്തിരി ആർട്ടുള്ളൂ. ഒന്നും കൂടി കളിക്കാം. നമ്മളിപ്പോൾ ഏതോ കാട്ടില്ല. അയ്യോ, ഇതാ നമ്മൾ മറ്റേ കളിക്കാൻ. നമുക്ക് വേണമെങ്കിൽ നമ്മളെ വണ്ടി ഇപ്പോൾ സ്കൂളൊക്കെ ചെയ്യാൻ പറ്റും. നമ്മളൊരു ഗണ്ണെടുത്തിട്ട് ഓടാറില്ല. എൻ്റെ വണ്ടി ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇത് ഏത് കാട്ടിലാണോ ഓടാൻ പറ്റില്ല. കീബോർഡ് വർക്കാവണില്ല. കീബോർഡിൻ്റെ ചാർജ് പെട്ടെന്ന് ഡ്രോപ്പ് ആവും. സെറ്റായി. ഓക്കെ, പക്ഷെ ഞാൻ വിചാരിച്ചത് മരുഭൂമിൻ്റെ ഭാഗത്ത് എന്താ എന്തത് നമ്മൾ ഭൂമിൻ്റെ അടിയിലപ്പോൾ ഞാനിപ്പോൾ എവിടെ അവിടെ ഞാൻ ഇങ്ങോട്ട് എത്തി. ഇത് കൊള്ളാം. നമുക്കതെല്ലാം തിരിച്ച് അങ്ങോട്ട് തന്നെ പോകും. അതൊരു സീക്രട്ട് വേ ആണെന്ന് തോന്നുന്നു. നമുക്ക് ടെലിപ്പോർട്ട് ചെയ്യാൻ സീക്രട്ട് വേ. ഓക്കെ, നമുക്കെന്തായാലും ഇപ്പോൾ വേറെ വഴിയൊന്നുമില്ല എന്നാണ് എനിക്കൊരു തോന്നുന്നത്. എന്താ ഇടതൊക്കെ എന്താണ് കാണുമ്പോൾ തന്നെ എന്തോ പോലെയാണ്. നമുക്കൊന്നല്ല പോവാം ഗൈസ്. നമ്മളാ ഭയാനകമായ സ്ഥലത്ത് നമ്മൾ രക്ഷപ്പെട്ടു. 2 മണിയോളം സ്കെലട്ടനൊക്കെ തൂക്കി സ്കെലട്ടൻ തൂങ്ങിയിരിക്കുന്നു. എന്താണോ ഗൈസ്, മൈൻക്രാഫ്റ്റിത്തെ സ്കെലട്ടനാണുള്ളത്. മൈൻക്രാഫ്റ്റിത്തെ സ്കെലട്ടനെ പോലെ ഉണ്ട്, ചെറിയൊരു വട്ടൊക്കെ ഉണ്ട്. ഓക്കെ, ഇതെന്തിപ്പത്തേ സോ നമ്മളെ വണ്ടി ഇരിക്കണം അവിടെയാണ്. നമ്മൾ എങ്ങോട്ട് ഒത്തത്താ ഈ വഴി നമ്മൾ പോവുകയാണെങ്കിൽ നമ്മളെ കടിച്ചു കയറും. ഓക്കെ, സോ നമ്മൾ ബിൽഡിങ്ങിന് മേൽക്കൂടെ പോകലാണ് ബുദ്ധി. ഞാൻ കാണിച്ചുതരാം. അതൊരു സിമുലേഷനായി ഞാനങ്ങനെ കാണിച്ചുതരാം. ഇതിൽ കൂടെ തന്നെ പോകാൻ പാടില്ല. ഓക്കെ, ഞാൻ വഴീൻ്റെ ഫ്രണ്ടിലെത്തിയവന് ഞാൻ നിർത്തുകയാണ്. ഞാൻ അപ്പോൾ ഓടും. ഓനെ നേരത്തെ കൊന്നാണ് റിവെഞ്ച്. ഇതിൽ പിന്നെ ഗ്ലൂ വാളും സംഭവമൊന്നുമില്ല. അതുകൊണ്ട് ഫുള്ളിയല്ലോ റിവെഞ്ച്. ഓക്കെ, നമുക്കിവിടെ ഇരുന്ന് മെഡടിക്കാൻ പറ്റുമോ? മെഡടിക്കാനും പറ്റില്ല. മെഡടിക്കാനും സമയക്കൂലല്ലോ ഒട്ട. അമ്മേ കണ്ട അയ്യോ, അവിടെ തരാ വരുന്നൊരുത്തൻ. എന്താണ് ഒന്ന് സുഖമായിട്ടുണ്ട് ഗെയിം കളിക്കാൻ നിൽക്കൂല. തന്നെ വരും ഇഷ്ടപ്പെട്ടത്. ഇവിടെ ഒളിച്ചിരിക്കാൻ എവിടുന്നാണ് വെട്ടി വരുന്നത് പറയാൻ. അറിയോ എവിടാ പിന്നെ എവിടെ? എൻ്റെ ഫ്രണ്ടിലാണ് പോയി തോന്നണോൻ. ഇവിടെ ഫയർ ഇൻ ദ ഹോൾ. ഫയർ അല്ല, ജെ ഗെയിമിങ് ഇൻ ദ ഹോൾ. ഓക്കെ, നമ്മളെന്തായാലും പോവാണ്. നമ്മളെ കടിച്ചുരുന്നു. കൊണ്ട ഇതിൽ കൂടെ പോകുന്നവർക്കൊക്കെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ്. തിന്നടാ റോബറി ബോബിത്ത നായനക്കായി കഷ്ടം. ഇനി അടിക്കുക
സോ അതാണ് ഇവിടുത്തെ കളി. ഞാനൊരു വട്ടം ഇങ്ങനെ പോവുമായിരുന്നു, എൻ്റെ കസിൻ്റെ കൂടെ കളിക്കായിരുന്നു. അപ്പോൾ ഞാൻ പോകുമ്പോൾ എൻ്റെ ഫ്രണ്ടിൽ വന്നു, അപ്പോൾ തന്നെ ഞാൻ നിർത്തി. പക്ഷേ അല്ലെങ്കിൽ ഞാൻ അവിടെ കിടന്നിട്ട് കണ്ടറ കളിക്കണ്ട. എവിടെ എൻ്റെ വണ്ടി അവിടെ? അത്രേ ഉള്ളൂ. നമുക്ക് വണ്ടി എടുത്ത് നൈസായിട്ട് ഇവിടുന്ന് എസ്കേപ്പ് ആകാൻ കഴിച്ചു, അല്ലെങ്കിൽ നമ്മൾ ആ മറ്റേ സാധനം കടിച്ചേണ്ടി നിന്നു. ആ വഴി മാത്രമേ അറിയുള്ളൂ, വേറൊരു വഴി പോലും അറിയില്ല. അത് മേലെന്ന് കാണണം, മേലെന്ന് കാണേണ്ട ഭയാനകമാണ്. ഇവിടെ എന്താണ് ഈ വര വരച്ച് വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഈ വരക്ക് ഇവിടെ എന്തെങ്കിലും സ്ഥാനം ഉണ്ടോ എനിക്കറിയില്ല. അയ്യോ, ഞാൻ വന്നിനോ റോങ് വേ അല്ലോ. ഒരു മിനിറ്റേ, നമ്മളിതിൻ്റെ മേലേക്ക് കയറും. വണ്ടി ആരും കൊണ്ടുപോകില്ലെന്നാണ് എൻ്റെ ഒരു ഇത്. ചടി ചടി ചടി. ഞാൻ അമ്പലത്തന്നെ നിങ്ങൾക്ക് കേൾക്കാണ്ടോ പറയട്ടോ? കേൾക്കാണ്ടോ? കേൾക്കണ്ടോ? അതൊക്കെ കേൾക്കും ഗൈസ്. ഓശേ പൊട്ടണില്ല. നമ്മളെ വണ്ടി വീണ്ടും റീസ്റ്റോർ ആയിട്ടുണ്ട്. ഇതിൻ്റെ മേലേക്ക് പോകണ്ടേ? ഇതിൻ്റെ മേലെന്ന് കാണുമ്പോഴാണ് ഇതിൻ്റെ വ്യൂ നമ്മൾ കാണുന്നത്. നമുക്കെന്തെങ്കിലും സൈഡിൽ കൂടെ ഒക്കെ പോകാൻ പറ്റും കേട്ടോ. നമ്മൾ ഭയങ്കര പ്രോ പ്ലെയർ ആണ്, നമ്മൾ സൈഡിൽ കൂടെ ഒക്കെ പോകാൻ പറ്റും. ഇത് മേലെന്ന് കാണണം, അപ്പോഴാണ് ഈ ഒരു ജീവിൻ്റെ ഒരു ഓക്കെ. നമ്മൾ ഇവിടുന്ന് പോവുക, എന്നിട്ട് വീണ്ടും വരുമ്പോൾ കാണാം. ഓക്കെ, നമുക്കതിൽ വണ്ടി എടുത്ത് ഇവിടുന്ന് നൈസായിട്ട് എസ്കേപ്പ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, പിന്നെ അത് നല്ല സ്മൂത്ത്. കണ്ടോ 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 കണ്ടോ, ഇനി അത് വരില്ല. ഓരോ മിനിറ്റാണ് ഇത് വരും. ഓക്കെ, സോ യാ, അപ്പോൾ അതാണ് നമ്മൾ ഫ്രീ പ്ലേൻ്റെ ഒക്കെ ഒരു സംഭവം. അബാൻഡഡ് ടൗണിക്ക് അബാൻഡഡ് സ്ഥലത്തും സീരിയസ് സ്ഥലം സ്വന്തം ഇവിടെ എസ്കേപ്പ് ആവുകയാണ്. ഇതെന്തത്? ടണലിൻ്റെ ഉള്ളിൽ കൂടെ പോയി. ഓ, നമ്മൾ ഒരു 360 അയച്ചു. നിങ്ങളുണ്ടാ കേട്ടോ, നമ്മൾ വെറുതെ ഇങ്ങനെ പോകുന്നത്. പെട്ടെന്നുണ്ട് 360 ആണെന്നിപ്പോൾ പറയാം. ഇതെന്തത്? വലിയ ബിൽഡിങ്ങോ ടെക്നോളജിയ. ഓക്കെ, നമുക്ക് എന്തായാലും പോകാൻ കഴിച്ചു. എൻ്റെ നമ്മൾ സ്പീഡിങ് ചെയ്യണം, നമ്മൾ അത് ഫൈനൊന്നും അടിക്കൂല. കിണ്ണ കഴിച്ചു. ഫ്രീ പ്ലേ അടിപൊളിയാണ് കഴിച്ചു. ഞാൻ പണ്ട് ഫ്രീ പ്ലേ ഒന്നും കളിക്കണ്ടായിരുന്നു, ഞാൻ ഈ അടുത്താണ് ഫ്രീ പ്ലേ കളിച്ചത്. നമുക്ക് ഇവനൊന്ന് എലിമിനേറ്റ് ചെയ്യാൻ കഴിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ, ഇവ നമ്മളായിട്ട് ഫ്രണ്ട് ആവാനാണ് പ്ലാന്. ഓക്കെ, ഫ്രണ്ട് നമ്മൾ ഫ്രണ്ടായി ഗൈസ്. ഫ്രണ്ടായി ഹായ് ഫ്രണ്ട്. ഹായ് ഫ്രണ്ട്സ്. അയ്യോ, വൈ നമ്മൾ ഫ്രണ്ട്സായി. ഓക്കെ, നമ്മളപ്പോൾ ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ ഭയങ്കര ഐക്കോണിക് മൊമെൻ്റ് ഗൈസ്. ഓ ഗൈസ്, കിണ്ണം. നമുക്ക് ഓരോ പിന്നാലെ പോവാം ഗൈസ്. നമുക്ക് കുറച്ച് ഫ്രണ്ട്സൊക്കെ കിട്ടി ഗൈസ്, അത് അടിപൊളിയുണ്ട്. നമ്മൾ ക്രൗച്ച് ചെയ്തപ്പോൾ നമ്മൾ ഗണ്ണ് നമ്മൾ എടുത്ത് വെച്ച് കേട്ടോ. ഓക്കെ, എന്തായാലും കിടിലുണ്ട്. നമ്മൾ ഭയങ്കര ഡാൻസറാണ്. ഇവിടെ മെഡ് അടിച്ച നമ്മൾ. എന്ത് ഇന്ത്യൻ്റെ ഫ്ലാഗ് ഗ്രീന് വെള്ള ചുവപ്പ് കിടില. നമുക്ക് ഇടയ്ക്കുന്നുണ്ടാവുക ഒട്ടുമില്ല. കൊടുക്കാൻ പറ്റുമോ? അവിടെ എൻ്റെ വണ്ടി എടുത്തൊരുത്ത സ്കൂട്ടായി. പിന്നെ നമുക്ക് ഈ സ്കോപ്പില്ലാത്ത ഗണ്ണ് നമുക്ക് സ്കോപ്പ് ഇടാൻ പറ്റുള്ളൂ. ഇതിനെ നമുക്ക് സ്കോപ്പ് ഉണ്ടായിരുന്നില്ല. എന്തായാലും നമുക്ക് കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കിട്ടി ഗൈസ്. അയ്യോ, ആരാണ് അടിക്കണേ?
ഇവിടെ ഇതാണ് ഇതിൻ്റെ സംഭവം. നമ്മൾ ഫ്രീ പ്ലേ കളിക്കുമ്പോൾ നമ്മൾ കുറേ ഫ്രണ്ട്സ് ഉണ്ടാക്കുമെങ്കിലും കുറേ ആൾക്കാർ നമ്മളായിട്ട് തല്ലും. എടാ 6 ഹെൽത്താ. എൻ്റെ ഹെൽത്തൊക്കെ പോയി. നമുക്ക് വേഗം കൊടുക്കാം. ഇഷ്ടമാണോ ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൻ്റെ മേലെ ഹെൽത്ത് ഉണ്ട്. സോ നമുക്ക് മെൻ്റടിക്കാം. ഓക്കെ, നമുക്ക് പാട്ടൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ പാട്ടൊക്കെ ഇട്ട് സെറ്റാക്കി. ഓക്കെ, 100 ഹെൽത്താക്കി ചാടി ബി അമർത്തി. അവിടെ ഉണ്ട് വണ്ടി. അവിടെ ഇതല്ലേ എൻ്റെ വണ്ടി. സ്നേഹം കയറണ്ട കയറ്. ഗെറിൻ Enter. Get in. സ്റ്റിക്കറൊക്കെ ഉണ്ട്. ക്ലാസിക് സ്റ്റിക്കർ പാക്കിന് നമ്മൾ ഡയമണ്ട് എടുക്കണം. പക്ഷേ നമ്മളെ ഞാൻ കുറച്ച് ഡയമണ്ട് ഉള്ളേ. നമുക്ക് അവൻ്റെ പിന്നാലെ കയറാം ഗൈസ്. അല്ല വേണ്ട, നമുക്ക് അവൻ്റെ പിന്നാലെ ഓടിക്കാം. ഓക്കെ, എന്നിട്ട് അവൻ എങ്ങോട്ടാ പോകണം നമുക്കറിയാലോ. ഓക്കെ, നമ്മളെ കണ്ടതാ പോണ്. കാർ ഓടിച്ച് പോകുന്നുണ്ട്. ബിയറിനേക്കാളും എന്തുകൊണ്ടും രസം ഇതാണ്. ഞാൻ അത് പറയും. പിന്നെ പ്രോ പ്ലേയേഴ്സൊക്കെ ഇതിലാണ് കളിക്കുക. ഇത് കളിക്കുമ്പോൾ നമ്മൾ ഭയങ്കര അടിയാണ് ഐശ്വരൊക്കെ. ഭയങ്കര അടി. കിൽ അസിസ്റ്റ് ഉണ്ട്. സോ അപ്പോൾ നമ്മളെ ഈ വീഡിയോ എത്ര ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.